രചന അവതരണം സുഗി സുരേഷ്. ഈ ഒരു കഥയ്ക്ക് ഏകദേശം 2 പാർട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ കഥ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ ബെഡ്റൂമിലെത്തി കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്താണ് അയാൾ അകത്തേക്ക് വന്ന് കയറിയത്. എന്നെ ശ്രദ്ധിക്കാതെ ഇട്ടിരുന്ന ഷർട്ട് അവിടെ ഊരി മാറ്റിയിട്ടിട്ട് കുളിക്കാനായി പോയി. ആ ഒരു സമയം ഞാൻ ബെഡ്റൂമിൽ കിടക്കാനുള്ള ഷീറ്റും കാര്യങ്ങളുമെല്ലാം ഒന്ന് വിരിച്ചിട്ടു. പെട്ടെന്ന് പുറത്തെ വാതിലിൽ ആരോ മുട്ടുന്നു. കതക് തുറന്നതും അത് ഈ വീട്ടിലെ അമ്മയായിരുന്നു. ഇതാ മോളെ, ഒരു ഗ്ലാസ് പാല്. മോൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ എടുത്തു തരാൻ മറന്നുപോയി. ഞാൻ ഗ്ലാസ് വാങ്ങിച്ച് ടേബിളിന്റെ ഇടതുവശത്തായി കൊണ്ടുവച്ചു. ആദ്യ രാത്രിയിലെ ഏറ്റവും മനോഹരമായ ആചാരം ഒരു ഗ്ലാസ് പാൽ പരസ്പരം കുടിക്കുക എന്നത് തന്നെ. പക്ഷേ ഈ ഒരു ആചാരവും ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ജീവിതം പരസ്പരം തുടങ്ങേണ്ടത് ഒരു ഗ്ലാസ് പാലിലല്ല, അത് മനസ്സുകൊണ്ടാണ്. ഇതെന്റെ 2ാം വിവാഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും പണ്ടേ എന്റെ മനസ്സിൽ നിന്നും അപ്രത്യക്ഷമായതാണ്. കുളി കഴിഞ്ഞ അയാൾ അകത്തേക്ക് വരുമ്പോൾ ഞാൻ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. വല്ലതും കഴിച്ചായിരുന്നോ? ആ, കഴിച്ചു. അമ്മ ഒരു ഗ്ലാസ് പാല് കൊണ്ടു തന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു ഗ്ലാസ് പാൽ അയാൾക്ക് നേരെ നീട്ടി. അയാളുടെ ഗാംഭീര്യമുള്ള ആ മുഖത്ത് ഒരു ചമ്മൽ വീഴുന്നത് ഞാൻ കണ്ടു. പണ്ട് അഭിഷേകിന്റെ മുഖത്ത് കണ്ട അതേ ചമ്മലും പുഞ്ചിരിയും. അതുകൊണ്ട് എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. അയാൾ പകുതി കുടിച്ചിട്ട് എന്റെ കയ്യിൽ തന്നു. എനിക്കത് കുടിക്കാൻ ആദ്യം നല്ല മടിയായിരുന്നു. മറ്റൊരാൾ കുടിച്ചതിന്റെ ബാക്കി ഞാൻ അങ്ങനെ കുടിച്ച് ശീലിച്ചിട്ടില്ല. എങ്കിലും അയാൾ എന്നെ തുടർച്ചയായി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്നൊരു തുള്ളി കുടിച്ചു. എനിക്കെന്തോ ആ സമയം വയറുരുണ്ട് കയറി ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നി. കുടിച്ചു കഴിഞ്ഞ് ആ ഗ്ലാസ് ഞാൻ താഴെ വെച്ചു. എന്നിട്ട് അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ആദ്യ രാത്രിയിൽ എല്ലാ ആണുങ്ങളുടെയും മുഖത്ത് കാണുന്നത് പോലുള്ള ഒരു എക്സ്പ്രഷൻ. അത് കണ്ടപ്പോൾ ആ നിമിഷം തന്നെ എനിക്ക് പുച്ഛം തോന്നി. ഇതൊരു ദിവസം ഒരു പെണ്ണിന്റെ ശരീരം ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല, ജീവിതകാലം മുഴുവനാണ് വേണ്ടത് എന്ന് മനസ്സിൽ പറഞ്ഞു. എനിക്ക് ആ ഒരു നിമിഷം മുറിയിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത ഉള്ളതുപോലെ തോന്നി. പെട്ടെന്ന് അയാളുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, ഞാനൊന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ബെഡിന്റെ സൈഡിൽ മാറി തിരിഞ്ഞു കിടന്നു. അയാൾക്കൊരു പക്ഷേ അത് ദേഷ്യം തോന്നിയേക്കാം. കാരണം അയാൾ ആദ്യ വിവാഹവും ഞാൻ 2ാം വിവാഹമാണ്. അയാളുടെ ഇഷ്ടങ്ങൾ എനിക്കറിയാം. പക്ഷേ അതിനൊത്ത് അയാൾക്കൊപ്പം നിന്നു കൊടുക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. ആദ്യ വിവാഹം വേർപെട്ടപ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഇയാളെ വിവാഹം കഴിച്ചത്. പെണ്ണ് കാണാൻ വരുമ്പോൾ 1-2 വാക്കല്ലാതെ ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ട് കൂടിയില്ല. ഒരുപാട് മോഹങ്ങളോടെയായിരുന്നു എൻ്റെ ആദ്യ വിവാഹം, ഒരുപാട് സ്വപ്നങ്ങൾ. പക്ഷെ ജീവിതം ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു ജീവിതം ഒത്തുപോകാൻ കഴിയില്ല എന്നത്. അഭിഷേക്, അവന്റെ കയ്യിൽ നിന്നും തല്ല് കിട്ടാത്ത ദിവസങ്ങളില്ല എനിക്ക്. ഇയാളും ഒരുപക്ഷെ അങ്ങനെ തന്നെയായിരിക്കും. ജീവിതത്തെപ്പറ്റി എനിക്കിനി വലിയ മോഹങ്ങളൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ചുരുണ്ടുകൊള്ളണം, സ്വന്തം കാര്യം നോക്കി ജീവിക്കണം. ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഓഫാക്കിക്കൂടെ എന്ന് ഞാനൊന്ന് മൂളി. അയാൾ ലൈറ്റ് ഓഫാക്കിക്കൊണ്ട് എൻ്റെ അടുത്ത് ബെഡിൽ വന്ന് കിടന്നു. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഞാൻ കിടക്കുന്നതിൻ്റെ തൊട്ടരികിലായി അയാളൊന്ന് ചേർന്ന് കിടക്കും, പിന്നെ കെട്ടിപ്പിടിക്കുമായിരിക്കും. എല്ലാ ആണുങ്ങളും ഒരുപക്ഷെ ഇതേപോലെ ആയിരിക്കും തുടങ്ങാറ്. പക്ഷെ കുറേ സമയം കഴിഞ്ഞിട്ടും അയാൾ കിടന്ന പോലെ അതേപോലെ തന്നെ കിടക്കുകയായിരുന്നു. അയാളൊന്ന് അനങ്ങുന്ന ശബ്ദം പോലും ഞാൻ കേൾക്കുന്നില്ല. പക്ഷേ എനിക്കപ്പോഴും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. മറ്റൊരു വീട്, രാത്രി, പിന്നെ എനിക്കൊരു പരിചയമില്ലാത്തൊരു പുരുഷൻ എൻ്റെ തൊട്ടടുത്തും. സമയം കഴിഞ്ഞു പോയി, നേരം വെളുത്തു. പെട്ടെന്ന് ഞാൻ ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന അയാളെ കാണുന്നില്ല. ഞാൻ പതുക്കെ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ ഒരു കപ്പ് ചായയായിട്ട് വന്നു. അതെനിക്ക് കൊണ്ടു തന്നു. ഇതാ ചായ കുടിക്ക് എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ എഴുന്നേറ്റൊന്ന് ഫ്രഷായി ചായ എടുത്ത് കുടിക്കാൻ തുടങ്ങി. പുറത്തുനിന്നുള്ള കാറ്റ് അകത്തേക്ക് വീശി. ചായ കുടിക്കുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി പോലെ. ആ ഒരു സമയം പുറത്തേക്ക് പോയ അയാൾ അകത്തേക്ക് കയറി വന്നു. ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. അമ്മ ഇന്നലെ രാവിലെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലഞ്ച് ബോക്സ് കിച്ചണിലും എടുത്തു വെച്ചിട്ടുണ്ട്. തൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് എൻ്റെതായിട്ടുള്ള രീതിയിലാണ് എല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ എന്തേലും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പറയണം എന്ന് പറഞ്ഞ അയാൾ ബാഗ് എടുത്തുകൊണ്ട് ജോലിക്ക് പോയി. ഞാൻ പെട്ടെന്ന് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഏതൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെ അങ്ങനെ ഒരു തോന്നൽ. എല്ലാം ഒന്ന് ക്ലീനാക്കി അടുത്ത ബസ് പിടിച്ച് ഞാൻ ഓഫീസിലെത്തി. ഓഫീസിൽ വലിയ പണികളൊന്നുമില്ലായിരുന്നു. ലഞ്ച് സമയമായപ്പോൾ എൻ്റെ കൂടെയുള്ള ശരണി എൻ്റെ അടുത്ത് വന്നിരുന്നു. ടീ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി? സൂപ്പറായിരുന്നോ? കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ആണിനും പെണ്ണിനും ഒരുപോലെ വരുന്ന ചോദ്യം. ഞാനത് കേട്ടതും എൻ്റെ മുഖം ഒന്ന് കലിപ്പിച്ച് അവളെ ഒന്ന് നോക്കി. ഞാൻ ചുമ്മാ ചോദിച്ചതാ, നീ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. ഞാൻ ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്തു. അതിൽ വെണ്ടയ്ക്കത്തോരനും മുട്ട പൊരിച്ചതും അവിയലും സാമ്പാറും മീൻ വറുത്തതും പിന്നെ മോരുകറിയും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് കണ്ടതും ഞെട്ടിപ്പോയി. കാരണം ഇത്രയും ഭക്ഷണം അയാൾ എപ്പോൾ എഴുന്നേറ്റുണ്ടാക്കി? ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ശരണിക്ക് കൊടുത്തു. പെട്ടെന്ന് അവൾ കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, ഇത് നിന്റെ അമ്മായിമ്മ ഉണ്ടാക്കിയതാണോ?
നീ ഉണ്ടാക്കുന്നതിന് ഇത്രയും ടേസ്റ്റ് വരില്ലല്ലോ. ഞാൻ ആ ഒരു നിമിഷം ഒന്ന് പുഞ്ചിരിച്ചു. അവൾ വീണ്ടും ഒരു പിടിയെടുത്ത് കഴിച്ചിട്ട് പറഞ്ഞു, എടി നിന്റെ അമ്മായിമ്മ സൂപ്പർ കുക്കാണ് കേട്ടോ. അമ്മായിയമ്മയല്ല, ഇതെന്റെ കെട്ടിയനുണ്ടാക്കിയതാണ് എന്ന് ഞാൻ തലയുയർത്തി പിടിച്ച് പറഞ്ഞു. ഓ പിന്നെ, നീ വെറുതെ പുളു പറയാതെ എൻ്റെ മോളെ എന്ന് പറഞ്ഞവൾ എഴുന്നേറ്റ് അപ്പുറത്തേക്ക് പോയി. അന്നത്തെ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ലേറ്റായിട്ടായിരുന്നു ഇറങ്ങിയത്. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അയാൾ അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യുന്ന പോലെ തോന്നി. ഞാൻ അവിടേക്ക് ചെന്നു. പെട്ടെന്ന് അയാൾ ഒന്നും മിണ്ടാതെ തോർത്തെടുത്തുകൊണ്ട് കുളിക്കാൻ കയറി. ഞാൻ അടുക്കളയിലേക്ക് നോക്കുമ്പോൾ രാത്രിയിൽ കഴിക്കാനുള്ള എല്ലാം റെഡിയായിരുന്നു. ഞാൻ ബാഗ് വെച്ച് ഒന്ന് ഫ്രഷായി വന്നു. പെട്ടെന്ന് അയാൾ എന്നെ വന്ന് വിളിച്ചു, വാ ഫുഡ് റെഡി ആയിട്ടുണ്ട്, വന്നാൽ ഒരുമിച്ച് കഴിക്കാം. ഞാൻ 2 പ്ലേറ്റ് എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അയാളുടെ പ്ലേറ്റും കൂടി എടുക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ അത് സമ്മതിച്ചില്ല. അയാൾ കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യുന്ന ഒരാളാണ് എന്നെനിക്ക് തോന്നി. അന്നത്തെ ദിവസം രാത്രിയിലും കിടക്കുന്ന സമയത്ത് 2 അപരിചിതരായിട്ടുള്ള 2 പേരെ പോലെ അങ്ങനെ കിടന്നു. ഞാൻ സൈഡ് തിരിഞ്ഞ് ഒരു മൂലയിൽ നോക്കി. അയാൾ മലർന്നു കിടന്ന് മേൽപോട്ട് നോക്കി. പെട്ടെന്ന് എന്തോ ഒരു കൈകൾ എന്നിലേക്ക് അടുക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ ഒരു നിമിഷം എനിക്ക് തിരിഞ്ഞു നോക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ തിരിഞ്ഞില്ല. എന്തോ ഒന്നെന്നെ സ്പർശിക്കുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളുടെ സൈഡിൽ മാറി കിടക്കുകയായിരുന്നു. റൂമിലെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന മയിൽപ്പീലിയിൽ നിന്നും ഒരെണ്ണം ഫാനിന്റെ കാറ്റടിച്ചപ്പോൾ ഇളകി താഴെ വീണു. അതെന്റെ ശരീരത്തിൽ കൂടെ കൂടെ തട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു നിമിഷം തന്നെ എന്റെ ഉറക്കം പോയിരുന്നു. സാധാരണ തിരിഞ്ഞു കിടക്കുന്ന ഞാൻ അയാൾ കിടക്കുന്നത് പോലെ മലർന്ന് മുകളിലേക്ക് നോക്കി അങ്ങനെ കിടന്നു. ഞാൻ എൻ്റെ കണ്ണുകൾ ഒരു ഏറുകണ്ണിട്ട് അയാളെ നോക്കി. അയാൾ കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു. ഞാൻ ഉറക്കം കിട്ടാതെ അങ്ങനെ കിടന്നു. പെട്ടെന്നെന്തോ ജലദോഷം ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഞാൻ പതുക്കെ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി മുഖം ഒന്ന് കഴുകി തിരികെ വന്ന് കിടന്നു. എന്താ, എന്തു പറ്റി? ജലദോഷം എന്തെങ്കിലും ഉണ്ടോ? ഇരുട്ടിന്റെ മറവിൽ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ആ, ചെറിയ ജലദോഷമുണ്ട്. അത് ചിലപ്പോ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആവും. എനിക്കിടയ്ക്ക് വരാറുള്ളതാ. നാളെ ആവുമ്പോൾ ചിലപ്പോൾ മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് ഞാൻ പഴയതുപോലെ വന്ന് കിടന്നു. എന്താ ഇതുവരെ ഉറങ്ങാത്തത്? ഒന്നുമില്ല, എന്തോ ഉറക്കം വന്നില്ല. ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെ ആലോചിച്ച് കിടക്കാറുണ്ട്. അല്ല, താനെന്തോ ഉറങ്ങാത്തെ? വീട് മാറിക്കിടന്നുകൊണ്ടാണോ? ആ, ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. ഇവിടെ എല്ലാം ഒന്ന് പരിചയമായി വരുന്നല്ലേ ഉള്ളൂ, അതിൻ്റെ ആവും. അല്ല, ഇതിനുമേൽ ഇങ്ങനെ കിടന്ന് ആലോചിക്കാൻ എന്താ ഉള്ളത്? അങ്ങനെയൊന്നുമില്ല. നമുക്ക് പോയ ചില നിമിഷങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ. അതെല്ലാം നഷ്ടപ്പെട്ടത് തന്നെയല്ലേ, നമ്മുടെ ബാല്യം, കൗമാരം, അങ്ങനെ പലതും. ആ, അത് ശരിയാണ്. പക്ഷേ നിങ്ങളെ കാണുമ്പോൾ എനിക്കിങ്ങനെ ഇത്രത്തോളം ചിന്തിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 2 ദിവസം ആകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അറിവ് വെച്ച് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പലതും ചിന്തിച്ചു കൂട്ടുന്ന ഒരാളാണ് കേട്ടോ. ചിലർക്ക് ഇഷ്ടമാകും, ചിലർക്ക് ഇഷ്ടമാകില്ല. കുറച്ച് സമയം ഞങ്ങൾ 2 പേരും സൈലൻ്റായിട്ട് അങ്ങനെ കിടന്നു. എന്നോട് എപ്പോഴെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടോ? എന്തിന്? എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്താ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? അല്ല, ഞാൻ നിങ്ങൾക്ക് പറ്റിയൊരു പാർട്ട്ണറല്ലെന്ന് എനിക്ക് തന്നെ ഒരു തോന്നൽ. അതിപ്പോ എല്ലാ കാര്യങ്ങളും 2 ദിവസം കൊണ്ട് വിലയിരുത്താൻ പറ്റും. വിവാഹ ജീവിതം എന്നത് ഒരു ആയുസ് മുഴുവൻ ജീവിച്ചു തീർക്കേണ്ടതാണ്, അല്ലേ? അതൊറ്റ നിമിഷം കൊണ്ട് എങ്ങനെയാ വിലയിരുത്തുക? നിങ്ങൾ നല്ല പക്വതയോടെ സംസാരിക്കുന്നു, നന്നായി പാചകം ചെയ്യാൻ അറിയാം. ഞാൻ ചിന്തിച്ചതിലും ഒരുപാട് വ്യത്യസ്തനാണ് നിങ്ങൾ. അതെന്താ അങ്ങനെ ഒരു തോന്നൽ? വെറുതെ ഒന്നുമില്ല. ഞാൻ കുറച്ചുകൂടി അയാളുടെ അടുത്തേക്ക് കിടന്നു. അതെ, ഇപ്പൊ ഈ ബാല്യവും കൗമാരവും ആലോചിച്ചിങ്ങനെ ഉറക്കം കളയണ്ട. കണ്ണുകൾ അടച്ച് ഉറങ്ങാൻ നോക്ക്. നാളെ ഓഫീസിൽ പോകണ്ടല്ലേ? എന്ന് പറഞ്ഞ് അയാൾ കണ്ണുകൾ അടച്ചു. ഞാൻ അതുപോലെ തന്നെ കിടന്നു. ആ ഒരു നിമിഷം എനിക്ക് തോന്നി ഞാൻ അയാളുമായി പതുക്കെ പതുക്കെ അടുക്കാൻ തുടങ്ങിയെന്ന്. നേരം വെളുക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരമാകെ കിടുങ്ങലും വിറയലും പോലെ. ശരീരം നല്ലപോലെ വേദനിക്കുന്നുണ്ട്. മൂക്കടഞ്ഞിട്ടാണെങ്കിൽ എന്തോ പോലെ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളെ കാണുന്നില്ല. ഞാൻ പതുക്കെ എഴുന്നേക്കാനായി ശ്രമിച്ചു. എഴുന്നേക്കണ്ട, കിടന്നു. അയാൾ കയ്യിലുണ്ടായിരുന്ന ചുക്ക് കാപ്പി എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഇതൊരൊറ്റ വലിക്കു കുടിയേ, നല്ല പനിയുണ്ട്. ശേഷം അയാൾ എൻ്റെ നെറ്റിയിൽ കൈവച്ചു. ഇപ്പൊ ചെറുതായി കുറഞ്ഞിട്ടുണ്ട്. രാവിലെ നല്ല ചൂടായിരുന്നു നെറ്റിയിൽ. ഞാൻ ഒന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കി എങ്ങനെ ഇരുന്നു. പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഒരു തുണി നനച്ചുകൊണ്ട് എൻ്റെ നെറ്റിയിൽ കൊണ്ടുവന്ന് വെച്ചു. പെട്ടെന്നെന്തോ തണുക്കുന്ന പോലെ, ശരീരം കിടുങ്ങുന്ന പോലെ. കുഴപ്പമില്ല, നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോവാം. ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ വാഷ്റൂമിൽ പോയി ബ്രഷ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അയാൾ ഒരു പ്ലേറ്റ് കഞ്ഞിയുമായിട്ട് വന്നു. ശേഷം ഞാൻ 2 സ്പൂൺ കഞ്ഞി മാത്രം കുടിച്ചു. ഡ്രസ്സ് മാറി ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയപ്പോഴും എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു. അയാൾ വണ്ടി എടുത്തു കൊണ്ടുവന്നു. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ പെട്ടെന്നെത്തി. അയാൾ എന്നെ റിസപ്ഷൻ അടുത്തുള്ള കസേരയിൽ കൊണ്ടിരുത്തി.
ശേഷം ചീട്ടെടുക്കാൻ 150 രൂപ പേഴ്സിൽ നിന്നെടുത്ത് അയാൾ കൗണ്ടറിലേക്ക് പോയി. സിസ്റ്ററെ, വൈഫിന് നല്ല സുഖമില്ല. ഇപ്പൊ ഏത് ഡോക്ടറാണുള്ളത്? ഡോക്ടർ ശ്രീകല മാത്രമേ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ഡോക്ടേഴ്സ് വരാൻ കുറച്ച് വൈകും. എന്താ വേണ്ടേ? ചീട്ടെടുക്കട്ടെ? ആ, എടുത്തോളൂ. വൈഫിന്റെ പേരും വയസ്സും പറഞ്ഞോളൂ. ഹേ, എന്താ? വൈഫിന്റെ പേരും വയസ്സും. അയാൾ ഒരു നിമിഷം ഒന്ന് പതറി. ആ നിമിഷം തന്നെ എന്നെ ഒന്ന് നോക്കി. ഞാൻ എൻ്റെ ചുണ്ടുകൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് ചിരി അടക്കാൻ പറ്റാതെ അങ്ങനെ നോക്കി നിന്നു. സിസ്റ്റർ, ഞാനിപ്പം വരാം എന്ന് പറഞ്ഞ അയാൾ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ആ ചമ്മിയ മുഖം കൊണ്ട് എന്നോട് ചോദിക്കാൻ മടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, കീർത്തന, 31 വയസ്സ്. പെട്ടെന്ന് തന്നെ അയാൾ അത് കേട്ടതും റിസപ്ഷനിലേക്ക് ഓടി. എന്നിട്ട് അവിടെ നിന്ന് ചീട്ടെടുത്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അകത്തുനിന്നും ഒരു നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നു. കീർത്തന എന്ന് പേര് വിളിച്ചു. ഞാനും അയാളും കൂടെ അകത്തേക്ക് കയറി. ഡോക്ടർ പരിശോധിക്കുമ്പോഴും ആളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടർ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത് അയാളായിരുന്നു. ശേഷം ഞങ്ങൾ ഒരുമിച്ച് എഴുന്നേക്കുന്ന സമയത്ത് എൻ്റെ കാലുകൾ ഇടറുന്ന പോലെ എനിക്ക് തോന്നി. ആ സമയം പെട്ടെന്ന് തന്നെ ഡോക്ടർ അയാളോട് പറഞ്ഞു, പുള്ളിക്കാരി ഒന്ന് പിടിക്കണേ, ആൾ ചിലപ്പം വീഴാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് അയാൾ അത് കേട്ടതും എൻ്റെ ദേഹത്ത് തൊടാൻ മടിയുള്ളതുപോലെ ഇങ്ങനെ പിടിച്ചു. അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഡോക്ടർ, നിങ്ങൾ ഹസ്ബൻഡും വൈഫും തന്നെയല്ലേ? ഞാൻ ആ സമയം ഡോക്ടറെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. ശേഷം പതുക്കെ ഞങ്ങൾ ഇഞ്ചക്ഷൻ റൂമിലേക്ക് പോയി. ഞാൻ ബെഡിൽ കിടക്കുമ്പോൾ അയാൾ പുറത്ത് നിൽക്കുകയായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ നേഴ്സ് അയാളെ വിളിച്ചു. കീർത്തനയുടെ ഹസ്ബൻഡ് ഇങ്ങോട്ടൊന്ന് വരാവോ? ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, അവിടെ ഒന്ന് നന്നായി തടവി കൊടുക്കണം എന്ന് നേഴ്സ് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോയി. പെട്ടെന്ന് അയാൾ ബെഡിലിരുന്നതും ഞാനൊരു സഹാനുഭാവത്തോടെ കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ആ ഒരു നിമിഷം അയാൾ ശ്വാസം എടുത്തിട്ട് ശേഷം തള്ളവിരൽ കൊണ്ട് എനിക്ക് തിരുമ്മി തന്നു. മെഡിസിൻ വായിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സമയം 2 മണിയായി. വീട്ടിലെത്തി ഭക്ഷണം എടുത്തുകൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്നിരുന്ന് കഴിച്ചു. ഞാൻ ശകലം കഞ്ഞി മാത്രമേ കുടിച്ചോളൂ. അയാൾ ഞാൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പതുക്കെ കഞ്ഞിയെടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ശേഷം ഓരോ സ്പൂണായി എൻ്റെ വായിൽ വെച്ച് തരാൻ തുടങ്ങി. ഇതുവരെ ആരിൽ നിന്നും കിട്ടാത്തൊരു പരിഗണന എനിക്ക് കിട്ടിത്തുടങ്ങി. ആ ഒരു നിമിഷം എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അയാൾ കരയണ്ട എന്നൊക്കെ പറയുമ്പോഴും ഞാനത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അയാളുടെ നെഞ്ചിൽ പെട്ടെന്ന് തലവെച്ചു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ ആ ഒരു സമയം അയാളെ പൂർണ്ണമായും കെട്ടിപ്പിടിച്ചു. ഈ ഒരു കഥയുടെ ബാക്കി ഭാഗം ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത പാർട്ടുമായിട്ട് കാണാം.